ഈ വണ്ടി പക്ക നീറ്റാണ് കേട്ടോ. ഇതിൽ റീപ്ലേസ് ഇല്ല. ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. 4 എല്ലാ പ്രേക്ഷകർക്കും പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പൊളി ജനപ്രിയ വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് മഞ്ചാടി യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവിടെ യൂട്യൂബ് വ്ളോഗ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എൻ്റെതാണ് ഫസ്റ്റത്തെ വ്ളോഗ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത് ലൊക്കേഷൻ വരുന്നത് എടപ്പാളിന് തൃശ്ശൂർ റോഡിലേക്ക് കയറുമ്പോൾ തന്നെ നടുവട്ടം ടു കാഞ്ഞിരത്താണി റോഡാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ മൊബൈൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, വീഡിയോയുടെ താഴെ. അതിൽ വിളിച്ച് ചോദിച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. അപ്പോൾ മഞ്ചാടി യൂസ്ഡ് കാർ ഷോറൂമാണ്. ഇവിടെ മാക്സിമം 10-20 മേലെ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. ഒക്കെ ജനപ്രിയ വണ്ടികളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വണ്ടികൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. നേരെ വണ്ടിയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ആൾട്ടോ കാറിൽ നമുക്ക് തുടങ്ങാം. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ആഷിമാണ്. എന്തൊക്കെയുണ്ട് ആഷിമ? സുഖല്ലേ? ഇവിടുത്തെ ഓണറെ മകനാണ്. മൂപ്പരാണ് ഇവിടെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഈ ആൾട്ടോ കാറ് നമുക്ക് ഈ റെഡ് ആൻഡ് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ആൾട്ടോ കാർ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഇത് മോഡൽ എത്ര വരുന്നത്? 2014 മോഡലാണ് അല്ലേ? വണ്ടി ഈ റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സിഡന്റ് തട്ടുമുട്ട് നമ്മൾ എടുക്കാറും കൂടി ഇല്ല. ഇല്ലല്ലേ? വണ്ടി മിയ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ട്, അല്ലാണ്ട് മറ്റേ ആക്സിഡന്റോ ഫ്ലഡ് കാര്യങ്ങളോ നമ്മൾ എടുക്കാറില്ല. റീപ്ലേസ് എന്താ? റീപ്ലേസ് ഇതിലൊന്നും ഇല്ല. ചില വണ്ടികളിൽ ചിലപ്പോൾ ഡോറോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഇതിൽ ബമ്പർ ടോമ്പർ ഇൻഷുറൻസ് ഉള്ള ടൈമിലൊക്കെ മാറിയ വണ്ടികളുണ്ടാവും. അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാൻ അല്ലാണ്ട് വേറെ ആക്സിഡന്റ് ഉള്ള വണ്ടികൾ എടുക്കാറില്ല. ഇല്ല. ഈ വണ്ടിയിൽ റീപ്ലേസ് ഉണ്ടോ? ഇല്ലല്ലേ? ഈ വണ്ടി പക്ക നീറ്റാണ് കേട്ടോ. ഇതിൽ റീപ്ലേസ് ഇല്ല. ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. 4 കട്ടയുള്ള ടയറാണ്. 4 ടയറും പുത്തനാണ്. പിന്നെ വണ്ടി കാണാൻ തന്നെ ഒരു ലുക്കുള്ള വണ്ടിയാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, എന്താ അലോയ്സ് സ്പോയിലർ ഒക്കെ ചെയ്താൽ പിന്നെ വണ്ടി നല്ല ലുക്കായിരിക്കും. പിന്നെ ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാ സ്റ്റീരിയോ വരുന്നത്. ഓക്കെ. വേറെ ഉള്ളിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിരിക്കണം? ഞാൻ ഉള്ളിൽ ശരിക്കും നോക്കിയിട്ടില്ല. പുറത്തേക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഓക്കെ. വേറെ അപാകങ്ങളൊന്നും ഇല്ല. വണ്ടി ക്ലീൻ ആണ് അല്ലേ? ഓക്കെ. ഇതിന് നിങ്ങൾ ചോദിക്കണല്ലോ എത്ര? ഇതിന് നമ്മൾ 2 രൂപയാണ് ചോദിക്കുന്നത്. 2 രൂപയാണ് ചോദിക്കണം അല്ലേ? വില നെഗോഷ്യബിൾ അല്ലേ? കുറച്ച് കൊടുക്കും എന്തായാലും. ഓക്കെ. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ച് തരും. ഈ വണ്ടി ഓടിയിട്ടുള്ളത് ചോദിക്കാൻ മുട്ടായി എത്രയാണ്? റണ്ണിങ് 74,000 കിലോമീറ്റർ അല്ലേ? 74,000 കിലോമീറ്റർ. 74 നിങ്ങൾ നേരത്തെ ഞാൻ ചോദ്യം പറഞ്ഞത് മറന്നുപോയിട്ട്. നിങ്ങൾക്ക് തന്നെ മറന്നുപോയി അല്ലേ? നമ്മളെ പണി ഇത് തന്നെയാണ്. നിങ്ങളെക്കാൾ കൂടുതൽ നമുക്കറിയാം. ഓക്കെ. 74,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ 2014 മോഡലാണ്. ഓപ്ഷൻ എന്നത് LXi ആണ് കേട്ടോ. LXi ഓപ്ഷൻ ആണ്. ഇത് 2 ഡോറല്ല പവർ വിൻഡോ വരുന്നത്. 2 ഡോർ പവർ വിൻഡോ വരുന്നത്. ഇതിന് ചോദിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. വില കുറച്ച് തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാളി. 2 രൂപയാണ് ചോദിക്കുന്നത്. 2014 മോഡൽ ടാറ്റ വിസ്റ്റ. ഇത് ഡീസൽ വണ്ടിയാണ്. ഡീസലാണ് അല്ലേ? ഓക്കെ. മോഡൽ എത്ര വരുന്നത്? 2011 മോഡലാണ്. പക്ഷെ കാണാൻ 2011 മോഡൽ എന്ന് പറയില്ല കേട്ടോ. നല്ല വൃത്തിയുണ്ട്. നല്ല പുറത്ത് ഉള്ളും പുറത്തും ഒക്കെ നല്ല വൃത്തിയുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തന്നെ. ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ് തന്നെ. ഓക്കെ. അപ്പൊ ഇതിൽ മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും. നല്ലത്. ഇതില് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ്. ഓക്കെ. ഇതില് ഇറങ്ങിയാൽ നല്ല ടോപ്പ് സാധനമാണ് കേട്ടോ. വിസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇത് എത്ര ഓടിക്കണം മാക്സിമം? ഇത് 140 ഓടിക്കണല്ലേ? ഇത് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ലല്ലേ? അവിടെ ഇല്ലാത്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 125 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ് അല്ലേ? ഓക്കെ. 125 ചോദ്യം. വില കുറച്ച് തരും. ആവശ്യക്കാർ നോക്കിക്കളി. വാഗനർ നമുക്ക് പരിചയപ്പെടാം. KL 54 പൊന്നാനി റേസൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് മോഡൽ എത്ര വരുന്നത്? 2010 മോഡലാണ് അല്ലേ? വണ്ടി ഇത് എത്ര ഓടിക്കണേ? വണ്ടി 56,000 ഓടിയിട്ടുള്ളൂ. 56 ഓടിക്കണം അല്ലേ? ഓണർഷിപ്പ് ഒക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. വണ്ടി എന്ത് പാട്? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലേ? കാറൊക്കെ പുത്തനാണല്ലേ? കട്ടകളുടെ ടയറാണല്ലോ. ഇത് എത്രയെങ്കിലും ചോദിക്കണേ? നമ്മൾ 210 ചോദിക്കുന്നത്. 210 ചോദിക്കണം. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ. ഇത് ഫിനാൻസ് കിട്ടോ? ഫിനാൻസ് നമുക്ക് സേർട്ട് ഫിനാൻസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. 2010 മോഡലാണ്. 2 രൂപ അല്ലേ ചോദിച്ചേ? 210 ചോദിക്കണം. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുടെ നോക്കിക്കളി. അപ്പൊ അടുത്തതായിട്ട് ഒരു വാഗനർ നമുക്ക് നോക്കാം. ഇത് ഒരു KL 54 പൊന്നാനി റേസൻ ആണ്. ഇത് മോഡൽ എത്ര? 2011 ആണ്. ഓക്കെ. എന്ത് പാട് വണ്ടി? നീറ്റ് വണ്ടിയാണ്. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നീറ്റ് വണ്ടിയാണ്. 11 മോഡലാണ്. ഇത് ഓപ്ഷൻ വരുന്നത് ഏതാണ്? LXi ആണ്. ഓക്കെ. ഇത് എത്ര ഓടിക്കണത് വണ്ടി? ഇത് 76.
ഓക്കെ, ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിനാണ് 2.4 നമ്മൾ ചോദിക്കുന്നത്. 2.4 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ. വില കുറച്ചുള്ളൂ. കസ്റ്റമർ വരികയാണെങ്കിൽ വില കുറച്ചു കേട്ടോ. 2011 മോഡലാണ് ചോദിക്കുന്നത്. 2.4. ഓക്കെ, ഒരു മറൂൺ കളറിൽ വരുന്ന വാഗനർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്രയാണ്? ഇത് 2007 മോഡൽ. 2007 മോഡലാണ്. വണ്ടി ഇത് ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.49. 1.49 ഓടിക്കുന്നത്. ഇത് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. നല്ല വണ്ടിയല്ല, നല്ല വൃത്തിയുള്ള വണ്ടി. ഓക്കെ, ഇതിനെത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് 1.30 നമ്മൾ ചോദിക്കുന്നത്. 1.30 ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ, എത്ര പറഞ്ഞത്? 2007 മോഡൽ. 2007 മോഡലാണ്. ഇത് ഓപ്ഷൻ വരുന്ന LXI അല്ലേ? LXI ആണ്. ഓക്കെ, ഇന്റീരിയർ ഭാഗത്ത് നല്ല അടിപൊളിയാണ്. സീറ്റ് കവർ പുതിയ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി ഉള്ളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇതിന് നിങ്ങൾ എത്ര ചോദിച്ചത്? 1.30. 2007 മോഡൽ. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളെ കേട്ടോ. ഒരു മാറ്റി കാർ നോക്കാം. ഇത് എത്ര മോഡൽ വരുന്നത്? ഇത് 2009 മോഡൽ. 2009 മോഡൽ. വണ്ടി എന്ത് പാടിയത്? വണ്ടി പക്ക നീറ്റ്, നല്ല വൃത്തിക്കൊരു വീട്ടിൽ കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഓക്കെ, ഈ വണ്ടി നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല ലുക്കുള്ള വണ്ടിയാണ്. ഒരു ഗ്രേ കളറിലാണ് വണ്ടി വരുന്നത്. ഇത് റീപ്ലേസ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. നല്ല നീറ്റ് പക്ക. ഓക്കെ, ഇത് എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 50 ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മോഡൽ എത്ര വരുന്നത്? മോഡൽ 2009. 2009 മോഡൽ. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ? ഓണർഷിപ്പ് മാറിയിട്ടുണ്ടോ? ഓണർഷിപ്പ് സെക്കൻഡ് ആക്കി. സെക്കൻഡ് ഓണർഷിപ്പ്. ആ വീട്ടിൽ തന്നെ വേറെ ആരോ പേരിക്കാക്കിയ തോന്നുന്നു. തന്നെ. രണ്ടാമത്തെ ഓണറിലാണുള്ളത്. ഈ വണ്ടി ഒരു വീട്ടിൽ തന്നെ യൂസ് ആക്കിയ വണ്ടിയാണ് ഇത്. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ എന്തൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ തന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഒക്കെ ഉണ്ട് തന്നെ. AC പവർ സ്റ്റിയറിംഗ്, പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ഉണ്ട്. പവർ വിൻഡോ വരുന്നുണ്ടോ? പവർ വിൻഡോ ഇല്ലല്ലേ? പവർ വിൻഡോ അല്ല വരുന്നില്ല. എക്സ്ട്രാ ചെയ്തില്ലല്ലേ? ഓക്കെ, അത്യാവശ്യം ടയറൊക്കെ നല്ല പുത്തൻ ടയറാണെന്ന് തോന്നുന്നുണ്ട് അല്ല? കട്ടുണ്ട്, ടയറാണ്. ഇതിനെത്ര നിങ്ങൾ ആസ്കിങ്? ഇത് നമ്മൾ 1 രൂപയാണ് ചോദിക്കുന്നത്. 1 ലക്ഷം രൂപ ചോദിക്കണം അല്ലേ? വില കുറച്ച് കൊടുക്കും. ഓക്കെ, 2009 പുതിയ പേപ്പറൊക്കെ പുതിയ എടുക്കുന്നല്ലേ? ഓക്കെ, പുതിയ ന്യൂ പേപ്പറാണ്. ഇത് 2009 മോഡൽ ആണെങ്കിലും വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിനെ പറ്റിയിട്ട് മൂപ്പരോട് ചോദിക്കുമ്പോൾ തന്നെ ഇതൊന്നും പറയണ്ടേ, അടിച്ചാപ്പൊളി വണ്ടി എന്നാ പറയുന്നത്. അപ്പോൾ 1 രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോ കേട്ടോ. ചിലപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ കട്ടിയായിട്ട് വില കുറയാനുള്ള സാധ്യതകളുണ്ട്. ഒരു നാനോ കാർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2015 മോഡൽ, 16 റേസ്. 15 മോഡൽ 16 റേസിനാണ് വണ്ടി. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഓക്കെ, ഡിക്കിൾ വണ്ടി അല്ലേ? ഡിക്കിൾ വണ്ടിയാണ്. 15 മോഡൽ 16 റേസ് വണ്ടി. ഇത് എത്ര ഓട്ടോ ഉണ്ട്? ഇത് 89 ഓടി. ഓണർഷിപ്പ് എത്ര തന്നെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, വണ്ടി വേറെ അപകടം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലേ? റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? വണ്ടി നീറ്റാണ് കേട്ടോ. വണ്ടി ഇപ്പൊ ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ട്. വണ്ടി കാണാൻ നല്ല ലുക്ക് ഉണ്ട്. എല്ലാത്തിനും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഉറപ്പാണ്. ഓക്കെ, നല്ല വിശ്വസിച്ച് എടുക്കാം കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ല. ഇതിന് എത്ര ആസ്കിങ്? 1.30 ചോദിക്കണേ. വില നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 1.30 ചോദിക്കുന്നത്. വില കുറച്ച് കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. നാനോലെ 2015 മോഡൽ 16 റേസിനായിട്ടുള്ള വണ്ടി. ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ 8 സീറ്റർ ഓംനി വാങ്ങി നമുക്ക് നോക്കാം. സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ്. പിന്നെ വണ്ടി ഇത് എന്ത് പാട്? വണ്ടി നല്ല വണ്ടിയാണ്. എത്ര മോഡൽ ഇത് തന്നെ? 2006 മോഡൽ. 2006 മോഡൽ അല്ലേ? ഓക്കെ, ഇത് പെട്രോൾ അല്ലേ? പെട്രോൾ. ഗ്യാസ് ഒന്നല്ലോ? MPFI വണ്ടി. MPFI വണ്ടി. ഓക്കെ, MPFI ആണ്. പിന്നെ ഗ്യാസ് ഒന്നും ഫിറ്റ് ചെയ്തില്ലല്ലോ? ഇപ്പൊ നിലവിൽ പെട്രോൾ തന്നെ വണ്ടി. ഓക്കെ, ഇതിനെത്ര ആസ്കിങ്? 85 രൂപ. 85 ചോദിക്കുന്നത്. കുറച്ച് കൊടുക്കും. കസ്റ്റമർ വരികയാണെങ്കിൽ കുറച്ച് കൊടുക്കില്ല. ഓക്കെ, അപ്പോ 2006 മോഡലാണ് വാന്. ചോദിച്ചത് 85 ചോദിച്ചത്. വില നെഗോഷ്യബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികളുടെ ഡീറ്റെയിലോ ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ അറിയാൻ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. കുറച്ച് വണ്ടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ദിവസം അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇത് ടാറ്റയുടെ വിസ്റ്റ അല്ല വണ്ടി? ഓക്കെ, ഇത് മോഡൽ എത്ര വരുന്നത്? 2012 മോഡലാണ്. ഓക്കെ, എന്തുപാട് വണ്ടി? വണ്ടി പക്ക നീറ്റാണ്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒരു ഗ്ലാസ് റീപ്ലേസ്. മെയിൻ ഗ്ലാസാ? അല്ല, സൈഡ് ക്വാർട്ടർ ഗ്ലാസ്. ഓക്കെ, സൈഡ് ഗ്ലാസ് ഒന്ന് റീപ്ലേസ് ഉണ്ട്. ക്വാർട്ടർ ഗ്ലാസ് വേറെ ആപാതകളൊന്നും ഇല്ലല്ലോ? ഓക്കെ, മോഡൽ എത്ര പറഞ്ഞു? 2012 മോഡൽ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ് തന്നെ. എത്ര ഓടിക്കുന്നത്? ഇത് 71 ഓടിയിട്ടുള്ളൂ തന്നെ. ഇത് എത്ര ചോദ്യം? ഇത് 1.25 ചോദ്യം അല്ലേ? ഇതും ക്വാർട്ടർ ജെറ്റ് എഞ്ചിനായിരുന്നു. ഇതും അത് തന്നെയാണ്, ക്വാർട്ടർ ജെറ്റ് എഞ്ചിനാണ് തന്നെ. ഓക്കെ, 1.25 ചോദിക്കുന്നത് അല്ലേ? അത് നമ്മൾ നേരത്തെ നോക്കിയത് 2011 തന്നെ. അത് ഫുൾ ഓപ്ഷൻ. ഇത് മിഡിൽ ഓപ്ഷൻ. ഓക്കെ, സെയിം അല്ലേ? മോഡൽ സെയിം അല്ലേ? 2011 ആണ്. ഇത് 12. ഇത് 12 ആണ് അല്ല? അത് 11. ഓക്കെ, ഇത് ഫസ്റ്റ് ഓണർ ആണ്, അത് സെക്കൻഡ് ഓണർ അല്ലേ? ഓക്കെ, അപ്പോ ഇത് പട്ടാമ്പിയാണ് രജിസ്ട്രേഷൻ വരുന്നത്. IKL 52. ഇതിന് 1.25 ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ കേട്ടോ. ഓക്കെ.